എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ മാത്സ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിനു മുമ്പ് 2 വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല മാത്സുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് ഓൺലൈൻ ക്ലാസ് എന്ന ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് മുമ്പത്തെ വീഡിയോ ആണ്, കഴിഞ്ഞ വർഷത്തെ വീഡിയോസാണ്. അതിലെല്ലാ എക്സാമിൻ്റെയും ആൻസർ കീയും അതേപോലെ തന്നെ മാത്സിൻ്റെയും ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതേപോലെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സെപ്റ്റംബറിൽ ആൻസർ കീ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓരോ എക്സാമും കഴിയുന്നതിനനുസരിച്ച് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതും നിങ്ങൾ ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ഒരു 3 ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഇതിൽ നോക്കാം. ഇതൊക്കെ ഷുവർ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ചിലപ്പോൾ അതിൻ്റെ നമ്പേഴ്സൊക്കെ മാറുന്നല്ലാണ്ട് പാറ്റേൺ ഇതൊക്കെ തന്നെ ആയിരിക്കും. ഡിവൈഡ് ദ റെക്റ്റാങ്കിൾ. 2 rectangles of the same size are equally divided in 2 different ways as shown below. അപ്പം 2 റെക്റ്റാങ്കിളാണ്. ഇത് രണ്ടും എന്താണ് പിന്നെ രണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് 3 ഭാഗമായിട്ടാണ് ഡിവൈഡ് ചെയ്തത്, ഒന്ന് 6 ഭാഗമായിട്ടാണ് ഡിവൈഡ് ചെയ്തത്. എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ഫ്രാക്ഷൻ ഓഫ് ദ ഷെയ്ഡഡ് പോർഷൻ ഇൻ റെക്റ്റാങ്കിൾ 1? അപ്പോൾ റെക്റ്റാങ്കിൾ 1 ഏതാണ് അതിൻ്റെ ഫ്രാക്ഷൻ നമുക്ക് പറയാം 1 2 3 പാർട്ടിൽ അതിൽ ഒരു ഭാഗമാണ് നമ്മൾ ഷെയ്ഡ് ചെയ്തത്. ഓക്കെ, ഇനി ഇതാണെന്ന് നമുക്ക് എന്ത് പറയാം. വാട്ട് ഈസ് ദ ഫ്രാക്ഷൻ ഓഫ് ഷെയ്ഡഡ് പോർഷൻ ഇൻ റെക്റ്റാങ്കിൾ 2? റെക്റ്റാങ്കിൾ 2ൽ നമുക്ക് എങ്ങനെ പറയാം. 1 2 3 4 5 6 പാർട്ടിൽ എത്ര എണ്ണം ഷെയ്ഡ് ചെയ്തത്? ഒരു പാർട്ടാണ് ഷെയ്ഡ് ചെയ്തത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, 1/6 എന്ന് പറയാം. അപ്പോൾ രണ്ടാമത്തെ ആൻസർ എന്താണ്, 1/6 ആണ്. വളരെ സിമ്പിളാണ് ഇതൊക്കെ. ടോട്ടലാണ് നമ്മൾ താഴെ എഴുതേണ്ടത്. അതിൽ എത്രയാണോ ഷെയ്ഡഡ്, ഇവിടെ ഇപ്പോൾ 1 ഷെയ്ഡ് ചെയ്തത്. ടോട്ടൽ ഇവിടെ 3 അതുകൊണ്ട് 3 എഴുതണം. ഇവിടെ 1 ഷെയ്ഡ് ചെയ്ത്, അപ്പോൾ 1. ഇനി അഥവാ 2 ഷെയ്ഡ് ചെയ്തെങ്കിൽ നമ്മുടെ ആൻസർ എന്തായിരിക്കും, 2/3. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ ഷെയ്ഡഡ് പോർഷൻ ഓഫ് 2 റെക്റ്റാങ്കിൾസ്. ഇതിൻ്റെ രണ്ടിൻ്റെയും 2 റെക്റ്റാങ്കിൾസിൻ്റെ ഷെയ്ഡഡ് പോർഷൻ്റെ റിലേഷൻ എഴുതാനാണ്. ഇതെന്ന് പറയുന്നത് 1/3 ആണ്, ഇതെന്ന് പറയുന്നത് 1/6 ആണ്. അപ്പോൾ ഇത് തമ്മിൽ എന്താ ഉള്ള റിലേഷൻ എന്താണ്? ദ ഷെയ്ഡഡ് പോർഷൻ ഓഫ് ദ റെക്റ്റാങ്കിൾ 2 ഈസ് ഹാഫ് ഓഫ് ഷെയ്ഡഡ് പോർഷൻ ഓഫ് റെക്റ്റാങ്കിൾ 1. അപ്പോൾ റെക്റ്റാങ്കിൾ 2 എന്ന് പറയുന്നത് ഇതിൻ്റെ ഹാഫാണ് അല്ലേ, ഇതിൻ്റെ ഹാഫാണ്. റെക്റ്റാങ്കിൾ 2 എന്ന് പറയുന്നത് എന്താണ്, ഇതിൻ്റെ ഹാഫാണ്. അതായത് ഇവിടെ ഇത്രയും ഭാഗത്ത് ഇത് സെയിം ഭാഗം തന്നെ, സെയിം പോർഷനാണ്, പക്ഷേ ഇതിൻ്റെ പകുതിയാണ് ഇത് അല്ലേ. അപ്പോൾ 1/3ൻ്റെ ഹാഫാണ് എന്ത്, 1/6. നമുക്ക് എന്തെഴുതാം, ഹാഫ് ഓഫ് ഷെയ്ഡഡ് പോർഷൻ ഓഫ് റെക്റ്റാങ്കിൾ 1. ഇനി അടുത്ത റൈറ്റ് ദ റിലേഷൻ യൂസിങ് നമ്പേഴ്സ് ആൻഡ് സിമ്പിൾസ്. സിമ്പിളും നമ്പറൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മളോട് അതൊന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, 1/2 ഹാഫ് എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും എന്താണ്, 1/2 ഓഫ് 1/3. അതായത് ഇത് 1/3 ആണല്ലോ. അപ്പോൾ 1/2 ഓഫ് 1/3 ഈക്വൽ ടു എന്താണ്, 1/3 ഇൻറ്റു 1/2, ദാറ്റ് ഈസ് 1/6. ഓക്കെ, ഇനി അടുത്തത് റൈറ്റ് ദ റിലേഷൻ ബിറ്റ്വീൻ ആദ്യം ഫൈൻഡ് ദ ഹാഫ് ഓഫ് 1/6. 1/6ൻ്റെ ഹാഫ് കാണാൻ. 1/6ൻ്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, 1/2 ഓഫ് 1/6. അത് നമ്മൾ 1/6 ഇൻറ്റു 1/2. 1/6 ഇൻറ്റു 1/2 എന്ന് പറയുന്നത് 1 ഇൻറ്റു 1 6 ഇൻറ്റു 2 12. അപ്പോൾ എത്രയാണ്, 1/12. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എത്രയാണ്, 1/12. സിമ്പിളാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ടേബിൾ ഷോസ് ദ ഹൈറ്റ് ഓഫ് പേഴ്സൺ ഹു ഹാഡ് അറ്റൻഡ് ദ ഇൻ്റർവ്യൂ ഓഫ് എ സെക്യൂരിറ്റി ഓഫീസർ ഇൻ എ കമ്പനി. ഒരു സെക്യൂരിറ്റി ഓഫീസറുടെ പോസ്റ്റിലേക്ക് ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തവരുടെ പേരും അതേപോലെ തന്നെ ഹൈറ്റും ആണ്. നമുക്ക് രാഘവൻ 170, മുസ്തഫ 148, രാജി 157, കബീർ 165, മത്തായി 160 സെൻറ്റിമീറ്റർ. ഓക്കെ, ദോസ് പേഴ്സൺ ഹാവിങ് ഹൈറ്റ് അറ്റ് ലീസ്റ്റ് 160 സെൻറ്റിമീറ്റർ വിൽ ഓൺലി ബി സെലക്റ്റഡ്. 160 സെൻറ്റിമീറ്ററിലുള്ളവരെ സെലക്ട് ചെയ്യുള്ളൂ. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹു ആർ ദ പേഴ്സൺ ആർ നോട്ട് എലിജിബിൾ ഫോർ ദ സെക്യൂരിറ്റി ഓഫീസർ പോസ്റ്റ് ബേസ്ഡ് ഓൺ ദെയർ ഹൈറ്റ്. അപ്പോൾ നോട്ട് എലിജിബിൾ ആരാണ് ഇതിൽ, 148 എലിജിബിൾ അല്ല, 157 എലിജിബിൾ അല്ല. കാരണം എന്താണ്, 160 വേണമെന്നാണ് പറഞ്ഞതല്ലേ. അപ്പോൾ ഇവർ രണ്ടാളും എലിജിബിൾ അല്ല, മുസ്തഫ ആൻഡ് രാജീവ്. ഇനി അടുത്ത വാട്ട് ഈസ് ദ ആവറേജ് ഹൈറ്റ് ഓഫ് ഓൾ ദ പേഴ്സൺ ഗിവൺ ഇൻ ദ ടേബിൾ.
അപ്പോൾ ആവറേജ് ഹൈറ്റ് കാണാൻ പറഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആവറേജ് കാണാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലേ? എന്താണ്, നമ്മൾ ടോട്ടൽ ചെയ്തിട്ട് ആ ടോട്ടലിന് നമ്മൾ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെയൊക്കെ എന്ത് കാണണം? സമ്മ് കാണണം. അപ്പോൾ നമ്മളിങ്ങനെ കൂട്ടി നോക്കുക. കൂട്ടുന്നതിൽ സമ്മ് കാണുന്നതിൽ ആരും ഒരു മിസ്റ്റേക്കും വരുത്തരുത്. മിസ്റ്റേക്ക് പറ്റിയാൽ നമ്മുടെ ആൻസർ മൊത്തത്തിൽ അങ്ങോട്ട് തെറ്റിപ്പോകും. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് അഡീഷനൊക്കെ നടത്താം. 170, 148, 157, 165, 160. അപ്പോൾ അത് നിങ്ങൾ ആഡ് ചെയ്തിട്ട് നമ്മൾ എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്? 1, 2, 3, 4, 5 നമ്പർ കൊണ്ട് ഇതൊന്ന് കൂട്ടി നോക്കാം. 0, 8, 7, 5. ഓക്കെ, അപ്പോൾ 7ഉം 5ഉം 12, 12ഉം 8ഉം 20. 20ൽ നമ്മൾ 0 ഇട്ടു, ബാക്കി 2. 2ഉം 7ഉം 9, 9ഉം 4ഉം 13, 13ഉം 5ഉം 18, 18ഉം 6ഉം 24, 24ഉം 6ഉം 30. അപ്പോൾ നമ്മൾ 0 ഇനി 3 ഉണ്ട്. 3ഉം 1ഉം 4, 4ഉം 1ഉം 5, 5ഉം 1ഉം 6, 6ഉം 1ഉം 7, 7ഉം 1ഉം 8. എത്ര കിട്ടി? 800 കിട്ടി. അപ്പോൾ നമുക്ക് ടോട്ടൽ എത്രയാണ് കിട്ടിയത്? 800 ആണ് കിട്ടിയത്. ഇനി നമുക്ക് ടോട്ടൽ മാത്രം മതി, ആവറേജ് കാണാൻ നമ്പറും വേണം. ടോട്ടൽ ബൈ എൻ, ടോട്ടൽ ബൈ എൻ ആണ്. അപ്പോൾ 800 ബൈ 1, 2, 3, 4, 5, 5 പേരാണുള്ളത് അല്ലേ? അപ്പം 800 ഡിവൈഡഡ് ബൈ 5 എത്രയാണ്? അപ്പോൾ 160 ആണ്. ഓക്കെ, അപ്പോൾ 160 ആണ് നമുക്ക് എന്ത് കിട്ടിയത്? ആവറേജ് കിട്ടിയത്. അപ്പോൾ നമുക്ക് നോക്കാം 160. ഓക്കെ, ആവറേജ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് വിൽ ബി ദ ആവറേജ് ഹൈറ്റ് ഓഫ് എ പേഴ്സൺ എക്സ്ക്ലൂഡിങ് ദോസ് ഹാവിങ് ഹൈറ്റ് ബിലോ 160 സെൻറ്റിമീറ്റർ? 160 സെൻറ്റിമീറ്റർ ഉള്ള താഴെയുള്ള ആൾക്കാരെ ഒഴിവാക്കിയിട്ടുള്ള ആവറേജ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ 160 സെൻറ്റിമീറ്റർ ഇല്ലാത്തവർ ഇവർ രണ്ടാളുമാണ്. അപ്പോൾ ഇവരെ ഒഴിവാക്കിയിട്ടുള്ള ആവറേജ് എന്ന് പറയുമ്പോൾ 170 പ്ലസ് 165 പ്ലസ് 160 അല്ലേ? 5 0 5, 6 6 12, 12ഉം 7ഉം 19, ബാക്കി 1, 1ഉം 1ഉം 2, 2ഉം 1ഉം 3, 3ഉം 1ഉം 4. 495 നമുക്ക് ടോട്ടൽ കിട്ടിയത്. 495 ഡിവൈഡഡ് ബൈ എത്രയാണ്? ഇവിടെ 1, 2, 3 ആൾക്കാരാണ്. 2 പേരെ നമ്മൾ ഒഴിവാക്കി. അപ്പോൾ എത്ര കിട്ടി? 165 ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഇവിടെ മൂന്നാമത്തെ ആൻസറാണ് 165. അപ്പോൾ എല്ലാവരും ഇത് സമ്മ് ചെയ്യുമ്പോൾ 2 പ്രാവശ്യം ചെയ്ത് നോക്കണം. ഒരു പ്രാവശ്യം ചെയ്ത് പിന്നെ ശരിയാണെന്ന് വിചാരിക്കരുത്, ഒന്നുകൂടി ചെയ്ത് നോക്കുക. അത് ചെക്ക് ചെയ്തിട്ട് മാത്രം ഫൈനലൈസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഇതിലെന്തെങ്കിലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക, എന്നിട്ട് ആൻസർ കമൻറ്റ് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. റൈറ്റ് ദ ആൻസേഴ്സ് ടു ഓൾ ക്വസ്റ്റ്യൻ ബേസ്ഡ് ഓൺ ദ റിബൺ ഗിവൺ ഇൻ ദ മിഡിൽ. ഈ മിഡിലുള്ള റിബണിനെ പറഞ്ഞിട്ടുണ്ട്, അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യേണ്ടത്. ലെങ്ത് ഓഫ് റിബൺ ഈസ് 1/3 മീറ്റർ. ലെങ്ത് ഓഫ് റിബൺ എത്രയാണ്? 1/3 മീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ ടോട്ടൽ ലെങ്ത് ഓഫ് 4 സച്ച് റിബൺസ്? വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് 4 സച്ച് റിബൺസ്? വാട്ട് ഈസ് ദ ടോട്ടൽ ലെങ്ത് ഓഫ് 4 സച്ച്? അങ്ങനത്തെ 4 റിബൺസിൻ്റെ ആദ്യത്തെ ചോദ്യം ഇതാണ്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ 4 സച്ച് റിബൺസ്? ഇങ്ങനത്തെ 4 റിബണിൻ്റെ പിന്നെ റിബൺ എത്ര ആയിരിക്കുന്നത്? അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇത് ഒന്നല്ലേ, 4 റിബണാണ്. അപ്പോൾ 4 × 1/3, 4 × 4 × 4 4/3. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എത്രയാണ്? 4/3 മീറ്റർ എഴുതാൻ മറക്കരുത്, യൂണിറ്റ് എഴുതാൻ മറക്കരുത്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നോക്കാം. രണ്ടാമത്തെ ചോദ്യം. How many such ribbons make 1 meter length? How many such ribbons make 1 meter in length? Okay, 1 meter ആവാൻ ഇങ്ങനത്തെ എത്ര എണ്ണം വേണം? 1/3, 1/3, 1/3. ഇതിന് 3 കൂട്ടി എത്രയാണ്? 3/3. അതാണ് 1 മീറ്റർ. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ 1/3 ഉള്ള എത്ര എണ്ണം വേണം? 1/3 ഉള്ള 3 റിബൺസ് വേണം 1 മീറ്റർ ആവാൻ. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാം 3 റിബൺസ്. ഓക്കെ, 3 റിബൺസ്. ഇനി അടുത്തത്, റിബൺസ് were joined together to get 2/3 meter length. Then how many such ribbons were joined together? അപ്പോൾ നമുക്ക് കൂട്ടിയാൽ എത്ര കിട്ടണം? 2/3 കിട്ടണം. അതിന് നമ്മൾ എത്ര റിബണ് ജോയിൻ ചെയ്യണം എന്നാണ് അടുത്ത ക്വസ്റ്റ്യന്. ഓക്കെ, അപ്പോൾ നമ്മൾ 2/3
അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് എത്ര കിട്ടേണ്ടത്? 2/3 ആണ് കിട്ടേണ്ടത്. അപ്പോൾ എത്ര അങ്ങനത്തെ 1/3 ഉള്ള എത്ര എണ്ണം നമ്മൾ ജോയിൻ ചെയ്യണം എന്നാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡിവൈഡ് ആയാണ് ചെയ്യേണ്ടത്. ഇപ്പം ഡിവൈഡ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മളിത് നോർമലാക്കണം. 2 × 3 എത്രയാണ്? 6. 6 + 2 8. 8/3 ഡിവൈഡഡ് ബൈ 1/3. അപ്പോൾ ഇവിടെ നമ്മളൊരു കാര്യം പഠിച്ചിട്ടുണ്ടല്ലോ, റെസിപ്രോക്കൽ അഥവാ വ്യുൽക്രമം എടുത്ത് തിരിച്ചിടുക. അപ്പോൾ 8/3 ഈ ഡിവിഷൻ ഉള്ളത് എന്താവും? ഇൻറ്റു ആകും. എല്ലാം ഓപ്പോസിറ്റ്. ഇത് ഡിവിഷൻ ഉള്ളത് ഇൻറ്റു ആകും. ഈ 1/3 ഉള്ളത് 3/1 ആവും. ഇനി നമുക്ക് വളരെ സുഖമാണ്. ഈ 3നെയും കട്ട് ചെയ്യുക. ഇവിടെ എന്തുണ്ട് ഇനി അവശേഷിക്കുന്നത്? 8/1. 8/1 എന്ന് പറയുന്നത് എന്താണ്? 8ന് സമാണ്. അപ്പോൾ എന്ത് ചെയ്യണം? എത്ര വേണം? 8 ആണ് അതിൻ്റെ ആൻസർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് പാർട്ട് ഓഫ് 3 മീറ്റർ ഈസ് ദ ലെങ്ത് ഓഫ് ഗിവൺ ബിലോ? ഈ 3 മീറ്റർ എന്ന് പറയുന്നത് ഇതിൻ്റെ എത്രയാണെന്നാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ എന്താണ്? 9 ടൈംസ് ആണ് അല്ലേ? 9 ടൈംസ് ആണ്. അതായത് 1 മീറ്റർ ആവാൻ നമ്മൾ നേരത്തെ 3 1/3 ആണ് ആഡ് ചെയ്തത് അല്ലേ? 3 1/3 ആണ് നമ്മൾ 1 മീറ്റർ ആക്കാൻ ആഡ് ചെയ്ത്. 2 മീറ്റർ ആകാൻ 6, 3 മീറ്റർ ആവാൻ 9. നമ്മൾ നേരത്തെ ഇവിടെ ചെയ്തല്ലോ അല്ലേ ഈ ക്വസ്റ്റ്യന്. ഇത് 1 മീറ്റർ ആവാൻ തന്നെ നമ്മൾ 3 ഇങ്ങനത്തെ 1/3 കൂട്ടി യോജിപ്പിച്ചു. അപ്പോൾ 2 മീറ്റർ ആവാൻ എത്ര എണ്ണം? 6 എണ്ണം വേണം. 3 മീറ്റർ ആവാൻ എത്ര എണ്ണം? 9 എണ്ണം വേണം. ഇനി അടുത്ത, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് 2 സച്ച് റിബൺസ്? ഇങ്ങനത്തെ 2 റിബൺസിൻ്റെ ലെങ്ത് എത്ര ആയിരിക്കുന്നു? സിമ്പിളാണ്. 1/3 + 1/3 ദാറ്റ് ഈസ് 2/3 മീറ്റർ. ഓക്കെ.